നോക്കി നടന്നുകൂടാ. നിന്നെ തന്നെ നോക്കിയടക്കാൻ നീ സിനിമാ നടൻ ദുൽഖർ സൽമാനൊന്നും അല്ലല്ലോ. ഒരു പച്ച പൊടി ചുവന്ന ചുണ്ട് കണ്ടു കഴിഞ്ഞ ചെടിയിലുണ്ടായി മുളക് മുരടിച്ചതുപോലെ ഉണ്ട്. ഹണി, നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോ ഞാനും കൂടെ ചുമ്മാ ഇങ്ങനെ നടന്നേ ഉള്ളൂ. എന്തെങ്കിലും ആലോചിക്കണമായിരുന്നോ? അതെ, ഇന്ന് കിറ്റിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കിറ്റിയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോലെ ഇതുവരെ എന്നോട് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടോ? പിണങ്ങാതെ വലിയ എളിയാ. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ പറ. കിറ്റിക്ക് ഇഷ്ടമുള്ളവരാണ് എനിക്കും ഇഷ്ടമുള്ളത്. കിറ്റിക്ക് എന്താണ് ഇഷ്ടമെന്ന് അവളുടെ തന്നെ നമുക്ക് ചോദിക്കാം. എന്നാൽ ഒരു കാര്യം, അവക്ക് എന്താണ് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ അറിയാതെ തന്നെ നമ്മൾ എല്ലാരും മനസ്സിലാക്കി എടുക്കണം. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്, കേൾക്ക്. ഹാപ്പി ബർത്ത്ഡേ കിറ്റി. ദൈവത്തിന്റെ കൃപ കൊണ്ട് കിറ്റിക്ക് ദീർഘായുസായിരിക്കട്ടെ. ഈ ലോകത്ത് നിന്ന് ആരൊക്കെ തന്നെ പോയാലും കിറ്റി മാത്രം ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. തന്നെ തിയേറ്ററിൽ പോയി സ്വന്തം പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് പടം കാണാൻ കയറിയിട്ട് ഒറ്റക്കിരുന്ന് അഭിപ്രായവും പറയാം. എന്റെ അമ്മോ, പടം അടിച്ചു പൊളിച്ചു തിമിർത്തൂന്ന്. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. പക്ഷെ ബർത്ത്ഡേ പാർട്ടി വൈകിട്ടാണല്ലോ, നിങ്ങളെന്താ നേരത്തെ വന്നത്? കിറ്റി, നീ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് സ്ലാം ബുക്ക് ഉണ്ടാക്കാനാ. അത് വെച്ച് ചോദ്യം ചോദിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? റെഡ് അല്ലല്ല, ഗ്രീൻ അല്ലല്ല, ഓറഞ്ച്. ഇത്രയധികം നിറങ്ങൾ ഇഷ്ടമാണെന്നോ? ഇതെന്തായാലും ഒരു വല്ലാത്ത ഗിഫ്റ്റ് കൊടുക്കലായി പോകും തോന്നുന്നു. പിങ്ക് ഫൈനൽ. ഇഷ്ടപ്പെട്ട വസ്തു ഏതാ? കളിപ്പാട്ടാണോ, ഉടുപ്പാണോ, കാറാണോ? കളിപ്പാട്ടോ? കളിപ്പാട്ടങ്ങളിൽ പാവ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശരിക്കും ഒരു കയ്യിൽ അമ്പും മറ്റേ കയ്യിൽ വില്ലുള്ള പാവ എനിക്ക് വലിയ ഇഷ്ടമാണ്. മനസ്സിലായി. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ചെന്നിട്ട് സ്ലാം ബുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് സ്ലാം ബുക്കിന് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇതല്ല, പഴയതാണ് കീറിപ്പോയത്. അതാണ് ഒട്ടിക്കേണ്ടത്. ബൈ. പക്ഷെ ഞാൻ മാൻറ്റിക് പീസ് ആണ്. ഞാൻ നിങ്ങളെക്കാളും ബുദ്ധിമാനാണ്. ഇടിച്ചടിയിൽ എന്റെ മോതിര ഷേപ്പ് തന്നെ മാറി. കൂട്ടുകാരെ, കിറ്റിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ നല്ലൊരു കട കണ്ടെത്തണം. വാ, നമുക്ക് പാവ നോക്കാം. പിങ്ക് പാവ തന്നെ വേണം. പിങ്ക് ദാ കണ്ടുപിടിച്ചു. പക്ഷെ അമ്പും ബില്ലൊന്നും കാണുന്നില്ലല്ലോ. പിങ്ക് ഇല്ലല്ലോ. നീ എന്തിനാടാ ടെലിസ്കോപ്പിൽ കൂടെ അന്വേഷിക്കുന്നേ? നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചന്ദ്രനിൽ നോക്കാന്ന്. ചിലപ്പോ കിട്ടിയാലോ പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ അതവിടെ ഉണ്ടെങ്കില് നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോവുക? നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നേ? എത്ര നാളെന്ന് വെച്ചാ എന്റെ പേരിൽ ഇങ്ങനെ ക്രെഡിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നേ? കിട്ടിപ്പോയി, പാവക്കുട്ടിയെ കിട്ടി. ഞാൻ കണ്ടുപിടിച്ച പാവക്കുട്ടി കിറ്റി പറഞ്ഞതുപോലെ തന്നെയാണുള്ളത്. കിറ്റി ഈ സമ്മാനം കണ്ട് വളരെയേറെ അത്ഭുതപ്പെടും. വേഗം വാ, പെട്ടെന്ന് നമുക്ക് പോയി അത് വാങ്ങിക്കാം.
എടാ കിറ്റിക്ക് ഇഷ്ടപ്പെട്ട ഡോളിന്റെ അവസാനത്തെ പീസ് നിങ്ങൾ വാങ്ങിയ, പക്ഷെ ഞാനും ആന്റിക് പീസാണ്. മഹാനായ പൂച്ച സണ്ണി വിടില്ലൻ. എന്തോ നാടേ, എന്താ നിനക്കിവിടെ കാര്യം? കിറ്റിക്ക് എന്തായാലും ഡോൾ കൊടുക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. എടാ ഞാൻ നിങ്ങളെക്കാളും ബുദ്ധിമാനാണ്, മനസ്സിലായോ? വന്ന് ഈ സണ്ണിയെ കണ്ട് ഒരു രക്ഷയില്ലാതായി. ഇതേതായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല. വേഗം പിടിക്കണം അവനെ. സണ്ണി നിക്ക്. ഓക്കേ. ഇതിന് വല്ലാത്ത ഭാരമാണല്ലോ. ഇടിച്ചടിയിൽ എന്റെ ബോധയുടെ ഷേപ്പ് തന്നെ മാറി. എനിക്കറിയായിരുന്നേ ഇത് റോബർട്ട് ഒന്നും അല്ലെന്ന്. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞോണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാം. വേഗത്തിൽ ഓടിക്കണം. ഓക്കെ? ഇങ്ങനെ പോയാൽ അവനെ പിടിക്കുന്നത് വളരെ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ആ ഗിഫ്റ്റ് തിരിച്ചു വാങ്ങണം. കൂട്ടുകാരെ, ഞാനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം വാ. എടാ നിങ്ങളെന്താടാ എന്നെ ഓന്ന് വിചാരിച്ചോ? 3 പേരും കൂടെ ഒരുമിച്ച് പുറത്തിരിക്കുന്നത്. ഇറങ്ങടാ. ഞങ്ങളുടെ ഗിഫ്റ്റ് നീ തിരിച്ചു തരുന്നോ ഇല്ലയോ? കിറ്റിക്ക് ഗിഫ്റ്റ് ഞാൻ കൊടുക്കും. ഇത് വാങ്ങിച്ചിട്ട് അവൾ എന്നോട് താങ്ക്സും പറയും. ഞാൻ നിങ്ങൾക്ക് തരില്ല. കിറ്റിയുടെ ബർത്ത്ഡേ പാർട്ടി ഇതാ ഇപ്പൊ തുടങ്ങും. മിക്കവാറും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഖന്ന സാർ ഒരു 5 കവിത എങ്കിലും ചൊല്ലി കൊടുത്ത് കാണും. നമുക്ക് ഈ ഗിഫ്റ്റ് അങ്ങ് പങ്കുവെച്ചാലോ? പെട്ടി നമുക്കെടുക്കാം. പാവ സണ്ണി എടുത്തോട്ടെ. മിണ്ടായിരിക്കടാ. ഈ പാവക്കുട്ടിയെ കിറ്റിക്ക് നമ്മൾ തന്നെ കൊടുക്കും. കൊള്ളാം. ഇത് സണ്ണിയുടെ ബൈക്കാണല്ലോ. സണ്ണിയല്ലേ നമ്മളിപ്പോ മാർക്കറ്റ് വെച്ച് കണ്ടത്. അപ്പൊ അവന്റെ ബൈക്ക് എങ്ങനെ ഇവിടെ എത്തി? സണ്ണി കൂട്ടുകാരെ വിട്ടേക്ക്. ആ ഗിഫ്റ്റ് അവൻ തന്നെ കൊടുക്കട്ടെ. എന്തായാലും എനിക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ.
ഹാപ്പി ബർത്ത്ഡേ കിറ്റി. നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സണി. എനിക്കറിയാം, തീർച്ചയായിട്ടും നിന്റെ ഗിഫ്റ്റ് മനോഹരമായിരിക്കും. സംശയമുണ്ടോ? സണി, എന്നാ ഇതിന്റെ അർത്ഥം? ബർത്ത്ഡേക്ക് ആരെങ്കിലും ഇങ്ങനെ കാര്യമായിട്ടുള്ള ബോക്സ് കൊടുക്കോ? നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല. അല്ല, ഇതെന്താ സംഭവിച്ചത്? കിറ്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കിറ്റി, ഇതായത് നിനക്കാണ്. ഞങ്ങളുടെ വക ഒരു മനോഹരമായ പാവ. ഇതുപോലുള്ള പാവ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചതാണ്. അതെ, ഇത് കിട്ടാൻ ഒരുപാട് പാടുപെട്ടു ഞങ്ങള്. നിങ്ങൾ 4 പേര് എത്ര നല്ലവരാ. സണി, നീ ഇവരെ കണ്ടു പഠിക്കും. നീ കണ്ടില്ലേ ഇവർക്ക് എന്നെ എത്ര ഇഷ്ടമുണ്ടെന്ന്? ബർത്ത്ഡേക്ക് പ്രസന്റ് കൊടുക്കുന്ന, അല്ലാതെ നീ ചെയ്ത പോലെ പ്രാങ്ക് അല്ല. എന്റെ ബർത്ത്ഡേ കേക്കിന്റെ ആദ്യ കഷ്ണം നിങ്ങൾ 4 പേർക്കുമാണ്. ആ.